VPP ഇത്ര ദിവസം നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസിന് വേണ്ടാത്തൊരു നേതാവിനെ MLA ആയി ജനങ്ങൾക്ക് എന്തിനാണ് എന്ന ചോദ്യമായിരുന്നു. ഷെഹനാസ് എന്ന കോൺഗ്രസ് പ്രവർത്തക ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ എല്ലാം അറിഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്തിന് ഈ നാടിന്റെ തലയിൽ കെട്ടിവെച്ചു ഷാഫി പറമ്പിൽ എന്ന ചോദ്യത്തിലേക്ക് മാറേണ്ടതില്ലേ? അസല നമ്മൾ കാണേണ്ടത് ഈ കാസർഗോഡിനടുത്ത് മംഗലാപുരത്താണ് സയനൈഡ് മോഹനൻ എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങാതൻ ഉണ്ടായിരുന്നത്. ഇപ്പോ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ് മംഗലാപുരത്ത്. അദ്ദേഹത്തിന്റെ ഏർപ്പാട് ഇങ്ങനെ തന്നെയായിരുന്നല്ലോ. ഏതാണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളെ വശീകരിച്ച് അദ്ദേഹം ലൈംഗികാവശ്യത്തിന് അതിഭീകരമായിട്ട് ഏറ്റവും ക്രൂരമായ ലൈംഗികാവശ്യത്തിന് ഉപയോഗപ്പെടുത്തി പിന്നെ അവരെ സയനൈഡ് നൽകി കൊല്ലുക എന്നുള്ളതായിരുന്നു. ഒരു ഡസനിലധികം പെൺകുട്ടികളാണ് ഈ സയനൈഡ് മോഹന്റെ ക്രൂരതയ്ക്ക് ഇരയായത്. ഏതാണ്ട് അതുപോലെ ഒരു സൈക്കോപാത്താണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് വ്യക്തമായിരിക്കുകയല്ലേ. ഒരു ഡസനോളം പരാതികളല്ലേ വന്നിരിക്കുന്നത്. ഈ പരാതികൾ എന്ന് പറയുന്നത് ഇപ്പൊ വന്നതല്ലല്ലോ, നേരത്തെ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് മുന്നിൽ ഉണ്ടല്ലോ. ഇതെല്ലാം അറിഞ്ഞിട്ടും ഇവിടെ ഷഹനാസ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്കും പിന്നെ MLA പദവിയിലേക്കും എല്ലാം കൊണ്ടുവരാൻ കോൺഗ്രസിലെ ഈ നേതൃത്വം ശ്രമിച്ചു എന്നുള്ളത് ഷാഫി പറമ്പിലും VD സതീശനും ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ പുതിയ ഗ്രൂപ്പ് സമവാക്യം ഇവരെല്ലാം പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. VD സതീശൻ കഴിഞ്ഞ ദിവസം അസിത പറഞ്ഞത് ഗ്രൂപ്പ് ഉണ്ടാക്കാത്ത പ്രതിപക്ഷ നേതാവ് ഞാനാണെന്ന്. യഥാർത്ഥത്തിൽ ഏറ്റവും വൃത്തികെട്ട ഗ്രൂപ്പ് കോൺഗ്രസ് ഉണ്ടാക്കിയ ആൾ അദ്ദേഹമാണ്. നേരത്തെ AK ആന്റണിയുടെയും ശ്രീ K കരുണാകരന്റെയും എല്ലാം നേതൃത്വത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കുമ്പോൾ അതിനൊരു അന്തസ് ഉണ്ടായിരുന്നു. അത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. കോൺഗ്രസുകാർ അവകാശപ്പെടുന്നത് പോലെ ഈ രണ്ട് ഗ്രൂപ്പുകളും കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നാൽ VD സതീശന്റെ കാലത്തുണ്ടാക്കിയ കോൺഗ്രസ് ഇതുപോലെ ഏറ്റവും അധമന്മാരെ, യാതൊരു സദാചാര മൂല്യവും ഇല്ലാത്തവരെ, രാഷ്ട്രീയമായി ഒരു സത്യസന്ധതയും പ്രതിബദ്ധതയും ഇല്ലാത്ത ആളുകളെ പിടിച്ച് കേവലം ആ അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു സംഘം. അങ്ങനെയാണ് VD സതീശൻ ഷാഫി പറമ്പിൽ ഈ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടൊരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. അതിന്റെ ഇരകളാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ള ഷഹനാസ് ഉൾപ്പെടെയുള്ള യുവതികളും മറ്റ് നിരവധിയായിട്ടുള്ള നേതാക്കളും. അതാണ് നമ്മുടെ മുന്നിലെ ഏറ്റവും വലിയ പ്രശ്നം. കോൺഗ്രസ് ചെന്നുപെട്ട ഒരു ഏറ്റവും അപകടകരവും കേരളത്തിൽ അന്ധമായ കമ്മ്യൂണിസ്റ്റ് ഇതെല്ലാം എന്തുകൊണ്ടാണ് വരുന്നത്? തുടർ ഭരണം ഉൾപ്പെടെ ലഭിച്ച് പിണറായിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷം ശക്തമായിട്ട് വരുമ്പോൾ അന്ധമായ CPM വിരോധവും പിണറായി വിരോധവും. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കുമല്ലോ, നേരത്തെ കരുണാകരനും ആന്റണിയും എല്ലാം ഉൾപ്പെടെ ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ VD സതീശനും ഈ മാങ്കൂട്ടത്തിലൊക്കെ വിളിക്കുന്ന പോലെ എടോ വിജയ എന്നൊക്കെയുള്ള വിളികൾ, അത്തരം വർത്തമാനങ്ങൾ നമ്മൾ എപ്പോഴെങ്കിലും നേരത്തെയുള്ള കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും അതുപോലെ CPMന്റെ ഭാഗത്തുനിന്നും കേട്ടിട്ടുണ്ടോ? ഇത് നമ്മുടെ മുന്നിലെ ഒരു അനുഭവം തന്നെയാണ്. എങ്ങനെയാണ് ഏറ്റവും ജീർണമായ വഴിയിൽ ഏറ്റവും വൃത്തികെട്ട ഒരു നേതൃത്വമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് മാറുന്നു എന്നുള്ളത്. ശരി.